ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് സൂചന. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്ന് സൂചന. യു.എസ്. സെനറ്റർ ലിൻഡ്സെ ഗ്രഹാം നടത്തിയ വെളിപ്പെടുത്തലാണ് സാമ്പത്തിക ലോകത്തെ ഞെട്ടിച്ചത്. ഇന്ത്യയുടെ അമേരിക്കൻ സ്ഥാനപതി വിനയ് മോഹൻ ക്വത്തോ തന്നെ കണ്ടിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയാണെന്നും പകരം ഇന്ത്യക്കുമേൽ ചുമത്തിയ കനത്ത നികുതികളിൽ ഇളവ് നൽകണം, ഇക്കാര്യം ട്രംപിനോട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ഗ്രഹാം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി തന്നെ സന്തോഷിപ്പിക്കുന്നത് പ്രധാനമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നത്. അതേസമയം റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിലേക്ക് റഷ്യൻ എണ്ണയുമായി 3 കപ്പലുകൾ വരുന്നുണ്ടെന്ന വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ റിലയൻസ് ഇത് പൂർണ്ണമായി നിഷേധിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയിലായി തങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിയിട്ടില്ലെന്നാണ് റിലയൻസ് പറയുന്നത്. ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് തെറ്റാണെന്നും അത്തരം വാർത്തകൾ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്നും കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ അമേരിക്ക വെനിസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് റിലയൻസ് അടക്കമുള്ള കമ്പനികൾക്ക് വലിയ നേട്ടമാകുമെന്നാണ് ആഗോള നിക്ഷേപ ബാങ്കായ ജെഫ്രീസ് പറയുന്നത്. വെനിസ്വേലയിലെ ഹെവി ക്രൂഡ് സംസ്കരിക്കാൻ ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ സജ്ജമായ ഒന്നാണ് ജാംനഗർ റിഫൈനറി. മുൻപ് തങ്ങളുടെ എണ്ണ ആവശ്യത്തിന്റെ 20% വെനിസ്വേലയിൽ നിന്നാണ് റിലയൻസ് വാങ്ങിയിരുന്നത്. ഉപരോധങ്ങൾ നീങ്ങിയാൽ ബ്രെന്റ് ക്രൂഡിനേക്കാൾ $5 മുതൽ $8 വരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ റിലയൻസിന് സാധിക്കും. ഇത് കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കും. വെനിസ്വേലിയൻ പ്രൊജക്ടുകളിൽ നിന്ന് ലഭിക്കാനുള്ള ഏകദേശം $500 മില്യൺ ഡിവിഡന്റ് കുടിശ്ശിക ONGCക്ക് തിരികെ ലഭിക്കാനും ഈ നീക്കം സഹായിക്കും.